വന്നിരിക്കുമ്പോൾ and when we are here and we came to worship God when we come here. ആമേൻ. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മൗനമായിരിക്കാൻ പാടില്ല. നന്ദിയുള്ള നമുക്കൊരു സ്നേഹമുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്നേഹത്തിന്റെ പ്രകടനമുണ്ട്, നന്ദിയുടെ ഒരു പ്രകടനമുണ്ട്. എന്നാൽ നമുക്ക് സകല സ്നേഹവും നന്ദിയും കരയേറ്റാനുള്ള ഒരാളാണ് യേശു ക്രിസ്തു. If a loud person come to our house, we have an expression of our love towards that person. But our God Jesus Christ gave his life for us. He loved us and we should worship him. അതുകൊണ്ട് ദൈവ സാന്നിധ്യമാണ് ഇമ്പോർട്ടന്റ്. ഒറ്റ സ്ഥലത്ത് നമ്മൾ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. If there is no presence of God here, there is no use. എവിടെയായാലും wherever it is, if there is no presence of God, എല്ലാ സഭകളിലും വീടുകളിലെല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. in the church, in each and every of our house, there should be presence of God. ദൈവ സാന്നിധ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൂടിയോണ്ട് ഒരു പ്രയോജനമില്ല. If there is no presence of God, if you are coming here, there is no use. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ആ സാന്നിധ്യത്തിനകത്ത് ആമേൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആത്മാവിൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. In that presence, let God strengthen us and fill us. Let us prayerfully worship him. ലോകത്ത് പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Many things are happening around this world. പ്രത്യേകിച്ച് 200-ലധികം പേരെങ്ങാണ്ട് ഈ ശ്രീലങ്കയിൽ ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ ഇന്നലെ ഇന്നയായിട്ട് മരിച്ചിട്ടുണ്ട്. And we saw in the rains in Sri Lanka, there are more than 200 people died. കഴിഞ്ഞ ആഴ്ച ഹോങ്കോങ്ങിലുള്ള ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 200-ലധികം പേര് മരിച്ചിട്ടുണ്ട്. കണക്ക് ഇതുവരെ Last week there was a fire broke out in a hotel in Hong Kong. More than 200 people died. The exact figures are not available. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ ഒരു ബസ് കത്തി ഏകദേശം 10-45 ഇന്ത്യക്കാർ മരിച്ചു. And in Saudi Arabia a bus burned and around 40 Indians died. തായ്ലാൻഡിൽ വലിയ വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി പേര് മരിച്ചു, ഒത്തിരി നഷ്ടങ്ങൾ. 2 മില്യൺ ജനങ്ങൾ അവിടെ വളരെ ബുദ്ധിമുട്ടിലാണ്. And in Thailand, due to storms, there are 2 million people are in suffering in that place. ക്ലൈമറ്റിന്റെ പ്രയാസം കൊണ്ട് പലരും ബുദ്ധിമുട്ടി. Many people are suffering due to the climatic changes. 6000 A320 ഫ്ലൈറ്റ് എയർബസ് സാങ്കേതിക തകരാറ് മൂലം അത് റിപ്പയറിങ്ങിനായി ഭൂമിയിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. And around 6000 Airbus 320 Airbus flights, they are under repair right now due to some maintenance. എന്തൊക്കെയോ ഭൂമിയിൽ നടക്കുകയാണ്. There are some things which is happening in this world. ആമേൻ. എൻ്റെ യേശുവിന്റെ വരവ് സമീപിക്കുകയാണ്. And the time of second coming of our Lord is very near. ആമേൻ. സ്തോത്രം. ഓരോ വർഷങ്ങളും ഓരോന്നോരോ സംഭവിച്ചുകൊണ്ടിരിക്കും. And each and every year we can see new things are happening. നമ്മൾ തല ഉയർത്തി തല പൊക്കി നോക്കേണ്ട സമയമാണ്. These are the times that we should lift up our head high and look. എന്തിനാണ് തല പൊക്കി നോക്കേണ്ടത്? Why should we lift up our head? എന്ന് വരും, എപ്പോൾ വരും പ്രാണനാഥ എന്ന് വരും. ഇതിനു വേണ്ടിയാണ് നമ്മൾ തല പൊക്കി നോക്കേണ്ടത്. And we should wait and watch for our Lord Jesus Christ. When will he come? ആമേൻ. ഹല്ലേലൂയ. Hallelujah. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നാം ആയിരിക്കണം. And we should sit with good concentration in the presence of God. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Let's all stand up in the presence of God for a minute. ഹല്ലേലൂയ. അല്പസമയം കൂടെ നാം ദൈവത്തെ പാടി സ്തുതിക്കാൻ പോകുകയാണ്. We are going to sing and worship God for a few moments. ദൈവത്തെ ആരാധിക്കണമെന്നൊരു മനസ്സ് നമുക്കുണ്ടായിരുന്നു. You should have a heart, a mind that I need to worship God. Hallelujah. Hallelujah. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ.
പറഞ്ഞോ, വായിച്ചോ. ജോൺ ചാപ്റ്റർ 1:38. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് അവരോട്. യേശു തിരിഞ്ഞ് ആരാ പിന്നാലെ വരുന്നത്? അന്ത്രയോസും പിന്നാലെ അവർ പിന്നാലെ വരുന്ന കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ ഈ പുറകെ വരുന്നത് എന്തോ അന്വേഷിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നല്ലോ. എന്തോ അന്വേഷിച്ചാ വന്നേ? എന്നെ ആരും അന്വേഷിച്ച് വന്നേ അല്ലല്ലോ. ആണോ? അല്ല. Jesus turned behind and he saw John's disciples following, John the Baptist's disciples following him, and he asked, what do you seek? അവര് റബി എന്ന് വെച്ചാൽ ഗുരു റബി എന്ന് വിളിച്ചു. They call him Rabbi. നീ എവിടെ പാർക്കുന്നു? Where do you dwell or where do you stay? എവര് യേശുവിനെ അറിഞ്ഞു, മനസ്സിലാക്കി. They knew who Jesus was. പക്ഷെ അത്രയും മാത്രം പോരാ. And that was not enough. John the Baptist had told them there's the Lamb, the Son of God. യേശുവിനെ കൂടുതൽ അറിയണം. They wanted to know the Lord even more. അവന്റെ സാന്നിധ്യം അറിയണം. They wanted to know his presence even more. അവനിൽ ഉള്ളത് അറിയണം. They wanted to know what is it that is there in him. സ്തോത്രം. പൗലോസ് പറയും, എനിക്ക് ക്രിസ്തുവിനെ നേടണം. And Apostle Paul says, I need to gain Christ Jesus. എനിക്ക് അവനിൽ ഇരിക്കണം. I want to dwell in him. അവന്റെ കഷ്ടതയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും എൻ്റെ ശരീരത്തിൽ എനിക്കൊന്ന് അനുഭവിക്കണം. He said, I want to be a partaker of all his suffering. I also want to experience the goodness of the Lord, the power of his resurrection within my own body. എനിക്ക് ലഭിക്കാവുന്നതൊക്കെ ലഭിക്കണം. I want to receive all that I can get from the eternal promises that are kept within him for me. എനിക്ക് ക്രിസ്തുവിൽ തികയണം. I want to be complete in Christ Jesus. എനിക്ക് പിടിക്കണം. I long and I desire that the one that held on to my hands, I need to hold on to his hands. എന്താണ് ക്രിസ്തീയ ജീവിതം? What is Christian life? എന്താണ് ആത്മീയ ജീവിതം? What do you mean by spiritual life? നമ്മൾ സ്നാനപ്പെട്ടു, We have taken water baptism. രക്ഷിക്കപ്പെട്ടു, We have been saved. We've repented. All those experiences. വീണ്ടും ജനം പ്രാപിച്ചു, We've been born again. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. We've been filled with the anointing. പിന്നെ നമ്മുടെ അന്വേഷണം മുഴുവനും ഭൂമിയിൽ എന്തുണ്ടാക്കാം, ഭൂമിയിൽ എന്തെല്ലാം നേടാം, ഭൂമിയിൽ എത്ര നമുക്ക് ശേഖരിക്കാം. ഈ ഒരു മനോഭാവമാണെങ്കിൽ തെറ്റിപ്പോയി. ഭൂമിയിൽ നിനക്ക് ആവശ്യമുള്ളത് നിന്നേക്കാൾ അറിയുന്നത് നിന്നെ വിളിച്ചവൻ. Praise the Lord. Everything that you need on this earth, he has provided. Everything that is required for life and godliness, he has given a child of God who seek him, having paid such a great price on the cross of Calvary, and you seek the worldly things instead of seeking spiritual matters. That is not the right thing. എല്ലാറ്റിനേക്കാൾ അധികം ആത്മീയ കാര്യങ്ങൾ അന്വേഷിച്ചവന്റെ ആരാധന വ്യത്യാസമുണ്ട്, പ്രാർത്ഥന വ്യത്യാസമുണ്ട്. അവന്റെ ആരാധനയ്ക്ക് വരുന്നതിനും അവൻ ഇരിക്കുന്നതും പ്രൈസ് ദി ലോർഡ് മുമ്പോട്ട് പോകുന്നതും കുതിക്കുന്നതും അവന്റെ ലക്ഷ്യവും ഇതെല്ലാം ഡിഫറെന്റ് ആണ്. A person that is pursuit of the worldly things, you look at his worship, you look at the way he seeks God, the way he comes into the presence of God, he's got everything in this world. But a person who speaks matters on high, thinks heavenly matters, his worship is different, his coming to the presence of God is different. He always longs like a deer panteth for the waters, his soul always longeth after the living God. Such are those that seek the things from the heavens above. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. You need to observe very carefully. അകത്തെ മനുഷ്യൻ, Your inner man. ഞാൻ എന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ. When you say, okay, your inner man, yourself, ഞാൻ, me, ഹൃദയം, heart, ഈ ഹൃദയമല്ല, this is not your external physical heart. ആത്മീയ മനുഷ്യനുള്ള ഹൃദയം. Yeah, within your soulish realm too, you've got a heart. അകത്തെ മനുഷ്യന്റെ ഹൃദയം. Within your inner man, there's a heart. അവിടുത്തെ ബുദ്ധി. There's a mind. അകത്തെ മനുഷ്യന്റെ മനസ്സ്. There's a mind within. അവിടുത്തെ മനസ്സാക്ഷി. There is a conscience that dwells within. ഇത് ആരോഗ്യം പ്രാപിക്കുമ്പോൾ, As and when it's strengthened, അവിടെ നിന്ന് പുറപ്പെടുന്ന വിസ്ഡം, the knowledge, understanding, counseling എല്ലാം വ്യത്യാസമാണ്. and what comes when you're strengthened on the inward part, what comes out of you, the wisdom, the knowledge, the understanding, all of this is very different. ഇപ്പോ ഇവിടെ ലീമോൾ ഇപ്പൊ എത്ര പഠിക്കില്ലോ, 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 10 ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ സജിക്ക് വിഷമമില്ല. എവള് 10 ദിവസം ക്ലാസ് പോയില്ലെന്ന് എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്? 9ാം ക്ലാസ്സിൽ പോകണ്ടേ അല്ലേ? അതുകൊണ്ട് പാസ്സായില്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? 9th പോകാൻ പറ്റുമോ? വിഷമമില്ലേ?
ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് എൻ്റെ അകത്തെ മനുഷ്യൻ പറന്ന് പുറം പോടിയായ ഈ ശരീരം, അകത്തെ മനുഷ്യൻ പുറന്ന് മണ്ണായി മണ്ണിനോട് ചേരുമ്പോൾ ഈ പുറത്തുള്ള മനുഷ്യൻ നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് വചനം കേൾക്കുന്ന, വചനം കേൾക്കാൻ വരുന്ന, വചനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവർ മാത്രം ഒന്ന് കൈപൊക്കി. ദൈവം ഇത് കള്ളം പറയല്ലേ, കള്ളം പറയാതെ ക്ലിയർ ആയിട്ട്. When our children don't go to school, I've seen many a times during PTMs, you'll see the parents literally sitting on the little benches of the kids, the babies, the chairs that they've been given. They sit over there, they jot down the notes. 10 days haven't gone to school, they sit and write down everything in detail. They take a photocopy of it. They maintain it, they ensure that the children study well so that they're promoted to the next grade. But when it comes to matters pertaining to spirituality, how many of you are like this? My child should attain, should come up more and more in the Lord, and this matters through eternity. Not only, as uncle was saying, having certificates and all of this put over there, and when we are put into the grave, it goes along with us. But through eternity, what matters, are we concerned about that for our own lives as well as for our children? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാമോ? You know what sorrows, what causes me grief the most? ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ല. What causes me grief is this, that the church till date has not got the revelation pertaining to the heavenly matters. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നേ, I'm going to teach you from that. അധിക സമയം എടുക്കത്തില്ല. I wouldn't be taking a lot of verses. നമ്മൾ ഈ ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തിന് എന്തോ കൊടുക്കുന്ന രീതിയിലാണ് വരുന്നത്. We come into the presence of God, we come into fellowship thinking that, okay, I am giving something to you, Lord. അങ്ങനല്ല. It's not that. It's not like that. യേശുവിനെ പോലെ ആകണം. Praise the Lord. It's not that you are giving something to the Lord, but when you come together in fellowship, when you listen to the word of God, you are growing into the maturity and the completeness. So one day when the trumpet call sounds, you will be complete in Jesus Christ. That's the reason to mold you, to edify you. You come to the church. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. വീട്ടിൽ പോകാൻ യോഗ്യതയുള്ള, ഞാൻ യോഗ്യതയുള്ളവളാണ്, യോഗ്യതയുള്ളവനാന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിനകത്തുണ്ടോ? Is there anyone seated out here who says, my house is beyond the yonder, it's on the other shore, I am eligible to go into my house across the other shore? How many of us can say that? ഇനിയുള്ള സമയം അതിനു വേണ്ടി ഒരുങ്ങാനായിട്ട് അങ്ങ് മാറ്റി വെക്കണം. Praise the Lord. What you need to decide, we have come to the end of this month, this year 2025, this particular moment going to be 11:50, and we have come there this time, this day, this date, this year will never come back. Can you say with the rest, the remainder of the days that is there in this year, Lord, I will be in pursuit of matters pertaining to the heavenly kingdom. My search will be for that and not for things of the world. Can you take a decision pertaining to this? ആമേൻ. Amen. ശൈശവം, Your infancy, അടുത്തെന്തോ? ബാല്യം, adolescence, വാർദ്ധക്യം, then comes advanced age, old age. കതിരിൽ നിറഞ്ഞ മണികൾ, It comes as sapling, it comes as sheaves, and then it comes as a harvest, a sickle, and then comes a harvest. എന്താണ് ഇതിന്റെ എല്ലാം നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചല്ലേ? I've taught you all of this about spiritual growth pertaining to how a seed when sown and grows into a big plant and bears fruit, and then the sixth ഈ part. 2025 നവംബർ മാസം ഇന്ന് തീരുക. Today, 30th of November, we've come to the end of this month. നമ്മുടെയൊക്കെ മുമ്പിൽ നാളെ എങ്ങനെ എന്തെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നോക്ക്, ഒന്നും അറിയാൻ വയ്യാത്ത എത്രയോ പേരാണ് ഈ വെള്ളത്തിൽ ഒലിച്ചു പോയത്, അപകടങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടായത്. നമ്മൾ എത്രയോ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു. നാളെ ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം. ഏത് സമയത്തായാലും കൊയ്ത്ത് നടക്കും. പക്ഷേ നിത്യതയിൽ നീ പോകുമോ എന്ന് ആർക്കാർ പറയാൻ പറ്റും? Praise the Lord, hallelujah. Whether you bear fruit for the kingdom of God or not, whether you yield for the kingdom of God or not, when the master looks at you, your time, all the days ordained for me has been written in your books, and when the time comes, exactly, not a second before, not a second after, you would be and I would be cut off from this earth. Many have gone ahead of us as of today, many are not alive.
time when it comes, we do not know. We need to be prepared. It can be today, it can be tomorrow, next moment. യെശയ്യാ 34:16 വാക്യം. Isaiah 34 verse 16. എന്താണ് അടുത്ത അന്വേഷണം ചെയ്യേണ്ടത്? What is your next pursuit? What should you be in pursuit after? എല്ലാവരും നോക്കണം, ശ്രദ്ധിക്കണം. പിള്ളേരെല്ലാം കേൾക്കണം, എഴുതണം. All the youth, listen and read the verse. യഹോവയുടെ പുസ്തകത്തിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അന്വേഷിച്ച് വായിച്ച് നോക്കുക. അവയിലൊന്നും കാണാതിരിക്കുകയില്ല. ആദ്യം നമ്മൾ പറഞ്ഞു ഹൃദയംഗമായി ദൈവത്തെ അന്വേഷിക്കണം. അതൊക്കെ 2-3 ആഴ്ച കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാ. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം വചനത്തിൽ അന്വേഷിക്കുക. Praise the Lord. Earlier we saw seek the Lord with all your heart, and now we're going to see seek the Lord out of the book of the Lord. That's through the word of God. അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നും കാണാതിരിക്കത്തില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. എന്ന് പറഞ്ഞാൽ ന്യായവും സത്യവും നീതിയും ന്യായവിധിയും ശിക്ഷയും ഇതെല്ലാം ഇതിനകത്തുണ്ട്. വാഗ്ദത്തമുണ്ട്, സത്യമുണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. Praise the Lord. Everything is there in the word of the Lord. There is promise, there is exhortation, there is correction, there is rebuke, there is everything, promises, and what is justice, what is judgment, everything is there in the word of God. ഇന്ന് ജനത്തിന് വചനം പഠിക്കാൻ സമയമില്ല. Now today we do not have time to read the word of God. വചനം പഠിപ്പിക്കാനും തയ്യാറാകുന്നില്ല. And many are not even willing to teach them the word of God. ഇന്ന് ഒരു ഇളക്ക് പെരുക്കത്തിൽ അങ്ങ് ജനം അങ്ങ് തൃപ്തി പ്രാപിക്കുകയാണ്. People are just getting gratified in the fact that they come, they see, they are aroused somewhere, something, they feel they're happy, in something, and they just go back. ഞാൻ പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നല്ലോ. Pastor travels on ministry. ആൾക്കാരും കൈയടിക്കും. ഞാൻ ഇപ്പൊ കൈയടിക്കില്ല, മൊത്തം കേട്ടിട്ട് കൈയടിച്ചാൽ. Praise the Lord. Many times they get excited and then they keep clapping their hands, but they would not understand the word of God. So uncle says, keep quiet. എന്റെ ലക്ഷ്യം വചനം അവിടെ ഹൃദയത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. My intention is not to get their clappings. My intention is not to get their word of praise. My intention is that the word through the Spirit should be fixed into their heart, and it should actually go and do its work. ഞാൻ ഒരു ചർച്ചിൽ ശ്രദ്ധിച്ചപ്പോൾ അവർ പറയാണ്, ഒരു പാസ്റ്റർ പറയാണ്, ഇവിടെ ഫൈനാൻഷ്യൽ ദൂതൻ ഇറങ്ങുന്നത്. Pastor went to a church, and there the man of God saying the angel who is responsible to increase the finances in your life is going to come down. ഞാൻ ഈ ഭൂതശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഏഞ്ചലിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. I've studied about genealogy and all of the other matters pertaining to angelic theory and all of this, but then I've never studied about an angel known to bring about an increase in your finances. കാരണം അവിടെ കടഭാരത്തിലും ഞെരുക്കത്തിലും ബുദ്ധിമുട്ടുന്ന ഞെരുക്കത്തിലിരിക്കുന്ന ജനം പാവങ്ങൾ ഇരുന്ന് കൈയടിച്ച് ആ വാക്കിനെ സ്വീകരിച്ചു കൊണ്ട് പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമം. നമ്മൾ ഇന്നലെ 2 പെണ്ണുങ്ങളോട് പ്രാർത്ഥിക്കാൻ വന്നു, മിസോറാംകാർ. So when the men of God, there are many of them, they are sitting over there, they don't have a square meal a day, they're going through very tough situations in their life, such as those when they listen to the fact that the angel of finances to increase your finance, your riches is come down, they keep clapping their hands. And it's not anything that is written here in the Bible about increasing your finances and your wealth. It's rather pertaining to the kingdom of God. So they receive it, and doesn't happen. Yesterday 2 of them, they came from Mizoram. Yesterday in the evening 2 girls came. The girl said, I want to know what the Lord says to me. And so pastor said, the Lord will not give you an answer all the time. Many times his answer yes, sometimes it's a no, and sometimes it is a wait. And the girl didn't like when it said that you need to wait upon the Lord to know why he sent you through such a situation. Are you doing a learning out of it? She was not happy with that answer. So if just pastors got to say, unless you rectify your life, unless you come in par with God wants for you, and unless you dwell as per the word of God, God will bless you. I cannot say that, because then I would stand before the Lord in judgment.
മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ എന്നല്ല ദൈവം ആഗ്രഹിക്കുന്ന, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. The Lord doesn't desire. God's word says, if you try to please man on this earth, then when you come to heaven, me, before my Father, I will disown you. But if you are willing to stand for me on this earth, then I will, when you come to heaven, I will take you into my stride. വചനം പഠിക്കാനോ വചനം പഠിപ്പിക്കാനോ ചിലർക്ക് താല്പര്യം ഇല്ല. Some of them do not like to learn from the word of the Lord. They would also not like to teach from the word of the Lord. നാം വാഞ്ചിക്കാൻ ദൈവവചനം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യമുണ്ട്. There are two things that we need to desire, and that's written in the word of God. ഒന്ന് ദൈവവചനമാണ്, One is the word of God. രണ്ട് ആത്മശക്തിയാണ്. Its second is spiritual strength. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലാണ് ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളത്. Like the wings of a bird, likewise you need the word of God and the power of the Holy Spirit. ആമേൻ. ദൈവവചനം നമ്മൾ പഠിക്കണം. We should learn the word of the Lord. അത് യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. And hence Jesus Christ said, man should not live by bread alone, but by every word that proceedeth out of the mouth of the Lord. ദൈവവചനം എന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ When you say, when you speak about a man, ആമേൻ, അവൻ ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങളുണ്ട്. he is comprised of three components: the spirit, the soul, and the body. അകത്തെ മനുഷ്യൻ എന്താണ് വേണ്ടത്? Praise the Lord. What does your inner man require? അകത്തെ മനുഷ്യന് Your inner man ദൈവത്തിന്റെ വചനമാണ് വേണ്ടത്. needs the word of God. That's a പുറമേയുള്ള food. മനുഷ്യൻ That's a food for your inner man, like the food is required for your outer man. Your physical body needs food on a daily basis, 3 times a day or 4 times a day. Likewise, your inner man needs prayer and the word of God. നിങ്ങൾ ശ്രദ്ധിക്കണേ, Observe very നിങ്ങൾ carefully. ശ്രദ്ധിക്കേ. Listen. ആമേൻ. പുറത്തുള്ള മനുഷ്യന് ദാഹം വരുമ്പോ അവൻ വെള്ളം വേണം വെള്ളം വേണം എന്ന് നമ്മളോട് പറയാണ്. When you're external, your body requires water out of the thirst, then you would go and drink water to quench your thirst. അകത്തെ മനുഷ്യൻ വിശപ്പുണ്ട്, പുറത്തെ മനുഷ്യന് വിശപ്പുണ്ടാകുമ്പോൾ ആഹാരത്തിനായി ആഗ്രഹിക്കുകയാണ്. So when you're external, your outer man requires food to eat. When your body grows weak, you know that you need to eat food. പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കുമ്പോൾ പറയാണ് വിശ്രമിക്ക് വിശ്രമിക്ക് ഉറങ്ങ് ഉറങ്ങ് എന്ന് പറയാണ്. When your outer man grows weak, your body grows weak, you tend to say, I need to take some rest, I need to sleep for a while. അകത്തെ മനുഷ്യനുണ്ടോ? Praise the Lord. Is there an inner man in you? അകത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? What is the state of the inner man that is there in you? അവൻ വിശന്ന് വിശന്ന് ദാഹിച്ച് അസ്ഥികൂടമായി എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് മരിച്ചുപോയ അവസ്ഥയാണെങ്കിൽ ഈ രാവിലെ നിന്നോടാണ് സംസാരിക്കാനുള്ളത്. Praise the Lord. This is what I would like to tell you. If your inner man has grown lean, you haven't fed him with enough of food, and you haven't given the Spirit the place to work within, you haven't been praying in the presence of God, understand that your inner man is in a skeletal form and he is deprived of everything that he wants, and you've left him, in starvation. പുറമേ ഉള്ള മനുഷ്യൻ ആരോഗ്യമുണ്ടെങ്കിൽ Your outer man might be strong. അവൻ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ വെള്ളച്ചാട്ടം വാട്ടർ ഫാളിംഗ് ചിരിക്കും ചിരിക്കും സന്തോഷിക്കും. So the outer man always desires, go out, go on picnicking, go out excursions. You see a waterfall and you start jumping and saying, hey, waterfall, waterfall. അവൻ ഈ മലയും കുന്നും പച്ചപ്പുല്ലും മലകളൊക്കെ കാണുമ്പോൾ പുറത്തുള്ള മനുഷ്യൻ ഭയങ്കര ഹാപ്പിയാ, റിജോയ്സിങ്. Your external man, when he sees the things of the world, you go out on certain things and then your outer man rejoices. അവര് വള്ളത്തെ കയറി ബോട്ടെ കയറി തൊടഞ്ഞ് തിഴഞ്ഞ് സന്തോഷിക്കുക, പുറമേ ഉള്ള മനുഷ്യനായി സന്തോഷിക്കുന്നത്. പക്ഷെ നിന്റെ അകത്തെ മനുഷ്യൻ വിങ്ങുന്നുണ്ട് കേട്ടോ, വിങ്ങുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അവന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒന്നുണ്ട്. Many a times we think, okay, I go on outing, I go and see this place, I go and just go around this place, go roam around the place and come, then I would be happy. But do you realize one thing? Even after going and enjoying for years together, months together, days together, when you come back to your house, you still feel something is void within. You're not happy within your side. Inside of you, you feel something is empty. I'm still not happy. Do you know the reason why? Because that inner man, God has kept a void within every man, because that void is nothing till you fill it with the presence of God, till you fill it with the presence
presence, the word of God, that will never be gratified. Hence, child of God, you think, I'm not finding happiness. I want to go here. I want to go places. I want to go with my family and roaming around the place. But still when you come back home, it's still empty because that void has been put by God, and unless you go into His presence, it will not be filled. ഞാൻ പറയുന്നതോടെ അങ്ങ് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പറയേണ്ട കാര്യം നല്ല കാര്യം നിങ്ങളെല്ലാം മനസ്സിലായല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. Observe very carefully. അകത്തെ മനുഷ്യന്റെ സന്തോഷപ്പെടാൻ. Hallelujah. For in a man, he has to be happy. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൻ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ഈ പാട്ട് പാടിയത് ആരാ? Who sang the song? It's അയ്യോ Pastor എപ്പോഴാ പാടിയത്? When did he sing? സന്തോഷത്തിലല്ല, Not when he was very happy. ജനം സന്തോഷിക്കുന്ന ദിവസം. Praise the Lord. It was not when his external body was very happy. വളരെ വേദനയോടെ, When he was going through much grief. നിന്ദകളേറ്റ്, When he was taking a lot of ridicule. പരിഹാസപ്പെട്ട്, When he was being insulted. പക്ഷേ അകത്തെ മനുഷ്യൻ ബലമാണ് കേട്ടോ. Praise the Lord. But this inner man was strong. ഭയങ്കര സ്ട്രോങ് ആണ്. Praise the Lord. ആമീൻ. അദ്ദേഹം വെച്ച കപ്പയും ആമീൻ കാന്താരിയുടെ മുളവിന്റെ തൈയും ഒക്കെ ക്രിസ്തീയ വിരോധി തകർത്ത് തരിപ്പണമാക്കി. ആമീൻ. പട്ടിണി കിടക്കുന്ന കുടിലിൽ കിടന്ന ഉപദേശി സുവിശേഷ വേല കഴിഞ്ഞു വന്നപ്പോൾ തൻ്റെ ഭാര്യ ആ ചീനിയുടെ കപ്പയുടെ തകർത്ത് കളഞ്ഞ ആ കൃഷിയിടത്ത് എന്നിരുന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ മനുഷ്യൻ പറയാണ്, നിൻ പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പൗലോസിനെ ശീലാസിനെ അടിച്ച് മുറിവേൽപ്പിച്ച് കയ്യും ചെങ്ങലക്കിട്ട് ബന്ധിച്ച് കാലുകളെ ആമത്തിലിട്ട് പൂട്ടിയപ്പോ കരഞ്ഞോണ്ട് വേദനയോട് കാരാഗ്രഹത്തിൽ വിലാപപാട്ട് പാടിയെന്നല്ല എഴുതിയിരിക്കുന്ന. ഇന്നർ മാൻ സ്ട്രോങ് ആണ്. അവർ ദൈവത്തെ പാടി, ആമേൻ, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ പ്രാർത്ഥിച്ച ദൈവശക്തി ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയാണ്, ചില കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. Praise the Lord. Paul and Silas, they were put into the prison. They were put in shackles. They were put in chains. But they started worshiping God. They were bruised to the core, but they never sat and cried and lamented, saying, for the sake of God we are suffering so much. Is there a God? Are you there? Are you not listening to what I am going through? Are you not seeing what I am going through? But rather, they sat and they praised their God. They worshipped the God. The shackles fell off and the entire place shook. സിനിമാ പാട്ടാന്നോ ആരെങ്കിലും പാടിയാന്നോ എനിക്കറിയില്ല. ഞാൻ കൊച്ചുനാളിൽ കേട്ടോണ്ട്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും 1000 പേര് വരും. എന്തെല്ലാം കാണും. ചിരിക്കുമ്പോ നിന്റെ തോളെ പിടിക്കാനും കയ്യാലിടാനും ബോട്ട് കളിക്കാനും ആമേൻ ജീൻസ് ഇട്ടോണ്ട് കയറ്റാനും പിന്നെ എല്ലാ പരിപാടിയും എന്തെല്ലാം ചെയ്യാം, അവിടെ എല്ലാം നിന്റെ കൂടെ വരും. പക്ഷേ കരയുമ്പോൾ കൂടെ കരയ നിന്നിഴൽ എന്തായാലും അർത്ഥമുള്ളൊരു പാട്ടാ. ആമേൻ. കരയുമ്പോ, വേദന അനുഭവിക്കുമ്പോ, സങ്കടപ്പെടുമ്പോ ആരും നിന്റെ കൂടെ കാണത്തില്ല കേട്ടോ. Praise the Lord. Hallelujah. രാവിലെ നിങ്ങൾ ഓർത്തോണം, ജഡം സന്തോഷിക്കുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ അകത്തെ നീ ശരീരം ക്ഷീണിക്കുമ്പോ നിന്റെ അകത്തെ മനുഷ്യൻ ബലത്തോടെ ഇല്ലെങ്കിൽ നീ പരിഹസിക്കും, നിന്റെ വിശ്വാസം നഷ്ടപ്പെടും, നീ പലരെയും കുറ്റം പറയും, നിന്റെ വായിന്ന് പിറുവിറുപ്പ് വരും, നിന്റെ നാവ് അവിശ്വാസം കൊണ്ടുവരും, നീ പലരെയും പഴിച്ചു പറയും. പറയരുത്, നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടരുത്. Praise you, Jesus. There's a worldly saying that goes,
smile and the world smiles with you. Weep and you weep alone. When you're smiling, when you're happy, when you're joyful, there are people around. But know that there's going to come one time in your life where there will be nobody to help you, and your body itself will grow weak, and there's nobody to help you at that time. If you have not accumulated the joy of the Lord is my strength, if you've not accumulated that within your spirit, then towards the end of your life, it'll be murmuring, groaning, criticism, blaming God, blaming man, and finally you will die blaming everybody. ദൈവവചനം നാം ശ്രദ്ധിച്ചു വായിക്കണം. Observe the word of the Lord very closely. ആമേൻ. അത് എഴുതിയിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that we understand His word. ആമേൻ. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വിധിയോ ഒരു വാഗ്ദത്തമോ ഒന്നും മാറിപ്പോകത്തില്ല. What God has promised will never go away. മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോകും. Man, whatever is, that will go away. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞവർ പലരും സഹായിച്ചിട്ടില്ല. Many of them said, those who said I'll come to your aid will never come to your aid. ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞവർ പലരും കാണണമെന്നില്ല. Those that made a covenant saying I'll be with you through life, they will never be with you. They will leave you midway. പറഞ്ഞത് ഒരിക്കലും മാറത്തില്ല. But what He has promised, He will never fail. He who promised us faithful, He will never let you go midway. ആകാശഭൂമിയെ മാറിയാലും ഈ വചനം മാറത്തില്ല. Heaven and earth may pass away, but my words will never pass away. നീ അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. You need to seek God and godly matters from His word. ആമേൻ. 1 പത്രോസ് 2-ന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ 1 Peter 2 verse 2 വായിക്കുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കണ ഈ കാര്യങ്ങൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. ആമേൻ. സ്തോത്രം. വചനം കേൾക്കാനുള്ള ആഗ്രഹം, the desire to listen to the word of God, ആമേൻ, ഈ വിശന്ന് കരയുന്ന കുഞ്ഞിനെ പോലെ ആയിരിക്കണം. it should be like a newborn babe. സ്തോത്രം. വചനം കേൾക്കാനുള്ള ആഗ്രഹം എങ്ങനെയായിരിക്കണം? How should your desire be to listen to God's word? വിശന്ന് കരയുന്ന കുഞ്ഞ്, അത് എത്ര വിശന്നിട്ട് അത് അങ്ങ് അതിനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ് ഒരു മാതാവ്. ആമേൻ. അതിന്റെ വിശപ്പ് മാറ്റി കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നത് പോലെ, ആമേൻ, നിനക്കൊരു ദാഹമുണ്ടായിരിക്കണം, നിനക്കൊരു വിശപ്പുണ്ടായിരിക്കണം, ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായിരിക്കണം. ഇത്രയും പോരോ, എനിക്ക് വളരണം, എനിക്ക് വളരണം ക്രിസ്തു എന്ന പലയോ. Praise as a newborn baby, we know it keeps crying and crying. The little one keeps crying and crying till his or her hunger has been gratified. It would keep on crying. Likewise should be your desire to earn, to actually desire to drink the milk which is the word of God, and then drinking the milk each day. You need to grow in the Lord into the maturity and knowing the right from wrong, and slowly you need to advance in your spiritual life. അല്ല, ഈ അങ്ങനെ ഒരു വിശപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? Praise the Lord. How many of you have got a desire, Lord, I want to grow spiritually? How many of you say, I haven't got the desire till date, but then I would like to? Pentecostal, it's not about gathering 1,000 people in this church. നമ്മൾ ഒരിക്കലും ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് സഭയെന്ന് പറയുന്നതല്ല സഭ. ക്രിസ്തുവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അതാണ് സഭ. Praise the Lord. Don't look at the church and say with this much of a number, 30,000, 40,000 in the church, yes, this is called the church. That is not the church. The universal church, the bride of Christ, has to become like Christ Jesus if you have to be with him in heaven. ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹം ആർക്കുണ്ട് അവരാണ് യഥാർത്ഥ ആത്മീകർ, ദൈവമക്കൾ. Praise the Lord. Those who've got this desire to listen to the word of God, to feast on the word of God, to eat the manna which is the word of God, such as those are the children of God. Many a times you've seen people running, they keep running, gathering the entire family to go and listen to a prophetic word. But do you gather your entire family to come and listen to the word of God? To know whether I'll go to Canada, whether I'll go to America, will I get a job, will I do this, will I do, what will I become, doctor, engineer, scientist, what will I become? Hallelujah. You know what a truly
truly a child of God would desire, അവന്റെ ആഗ്രഹം ദൈവവചനം കേൾക്കണോമാ. I want to listen to your word, I need to grow. ദൈവവചനം കേട്ട് വളരണോമാ. I need to listen to your word every day, feasting on the manna. My inner man has to outgrow my physical body. വചനം അറിയാത്തതുകൊണ്ട് നമ്മൾ വർക്കൗട്ട്സിന്റെ സുവിശേഷം അപ്പൊ ഇതിന് ഞാൻ തീർന്നില്ല, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് അന്വേഷിക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. We need to see from the word of the Lord, why do you need to pursue it? Or why do you need to seek the word of God? ദൈവവചനം ശക്തമായി അന്വേഷിക്കണം. A child of God should desire the word of the Lord. ആത്മാവിനെ പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. Praise the Lord. What feeds your inner man is the word of God. ആത്മീയ വളർച്ചയുടെ ഭക്ഷണമാണ് ദൈവവചനം. The food for your inner man is the word of God. ആ വചനം ഭക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടാകും. And when you feast on God's word, you know what will happen? ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. Praise the Lord. What will happen is, when you feast on the word of God, your character formation, which is very important, what God wants is that your character would be formed. ദൈവവചനം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ പാപ ജീവിതത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകും. When you search the word of God, you will know the right from the wrong, and you will never go into a sinful world. നമ്മൾ ഈ വചനം കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും. Praise the Lord. You seek the word of God more, your faith increases. പിന്നെ ദൈവവചനം കൂടുതൽ അർത്ഥം ചെല്ലുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ് നമ്മളിൽ പുരോഗതി ഉണ്ടാകും. Praise the Lord. As you go deeper into the word of God, your understanding and your knowledge of the word of the Lord increases. അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോഴേ ഇത്രയും സ്നേഹിച്ചാൽ പോരാ. ഇതൊക്കെ നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടിയല്ല. അവൻ ഈ കാര്യം ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു തോന്നലാണ്, ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. ആരാധിപ്പിക്കാൻ വേണ്ടിയല്ല പാടേണ്ടത്, നീ മനഃപൂർവ്വമായി ചെയ്യേണ്ട ഒരു കാര്യമായത്. ദൈവത്തെ അറിയുമ്പോ നീ പറയും, ഞാൻ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഇത്രയും ആരാധിച്ചാൽ പോരാ, എന്നേക്കാൾ അധികമായി. Oh, the fire, the Holy Ghost. Praise the Lord. The more you know Him, the more you will love Him. The more you love Him, you will forget about everybody else seated next to you. You will not care what my status is, what my position is, what I hold in the world, what is my position in this world. No, like David, right before the Ark of the Covenant, he did not bother whether he was a king or not. He put on the linen garment and he started worshiping and he started dancing and he started praising the Lord. That will happen only when you know when it will happen, when you love the Lord your God with all of your heart, with all of your soul, and with all of your might. You will not care about anybody else. Hallelujah. Praise you, Lord. Stotram. Hallelujah. Jesus. Hallelujah. മനസ്സിലാക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പറയും, ഞാൻ യോഗ്യനല്ല. Praise the Lord. As you know more and more from the word of the Lord, you will not say, I'm something to be recognized. No, you will say, Lord, I'm nothing. I'm a fool before you. I am nothing, Lord. I'm not a worth before you. I'm nothing before you, you would say. Praise the Lord. Praise you, Jesus. നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ച എത്രയോ നോളജ്, അറിവ്, കഴിവ് നിങ്ങളിൽ ഇരിക്കുമ്പോൾ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചുള്ള നിന്റെ അറിവ് എത്രയുണ്ട്? When you say, I've got knowledge in this field and this one, this whatever stuff that you have, your JD shows every knowledgeable, whatever languages that you know, whatever stuff that you know, when you're boasting about all of this, how much about your Creator do you know? കൂടുതൽ അറിയുമ്പോൾ പിന്നെ നമ്മൾ അധികം ടെൻഷൻ അടിക്കത്തില്ല. Praise the Lord. When you know your Lord more and more, you will not get tensed about it. The power of God. നമുക്ക് ടെൻഷൻ അടിക്കത്തില്ല, ഭയം വരത്തില്ല, നമുക്ക് അവിശ്വാസമില്ല, സംശയമില്ല. എന്തെന്നറിയാമോ? എന്റെ അപ്പനെ കുറിച്ചുള്ള അറിവാണ്. Hallelujah. If you know who He is and who your provider is, who your creator is, if you know how sovereign He is, how He's so big, He's the Alpha, He's the Omega, He's the omnipresent, seeing and the omnipotent God, the one that knows your very thoughts. He knows what your future holds. If you know who He is, if you know His love, then you will not be worried about your tomorrow. You will not be worried about your next moment in life, because you know
tomorrow. Hallelujah. Stotram. Somebody Shabalaba receive the power of Shandala. God. ആത്മശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവവചനം നിങ്ങൾ നിറയ്ക്കുക. ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. Be the power of God. Linkage the rapial. Rock Shapanabala. Hallelujah. ആമേൻ. യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് പറയാണ്, Our Lord tells his disciples, അല്പവിശ്വാസികളെ, you of little faith, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ? you still do not have faith. യേശു ആരെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ അവരിങ്ങനെ കരഞ്ഞിട്ടില്ല. Praise the Lord. After knowing who Jesus is, they've never cried. അല്ല, വെള്ളം കയറിയപ്പം കരഞ്ഞു, കടലിൽ താഴാൻ നേരം കരഞ്ഞു, കൊടുങ്കാറ്റ് വന്നപ്പം കരഞ്ഞു, യാമങ്ങളെല്ലാം തെറ്റിപ്പോയി, എവിടെ പോകണമെന്ന് അറിയത്തെ കരഞ്ഞു, പേടിച്ചു, വിറച്ചു. പക്ഷെ യേശുവിനെ നന്നായി അറിഞ്ഞപ്പോൾ ഒരു പ്രതിസന്ധിയുടെ നടുവിലും അവർ ഭയപ്പെട്ടു. Praise you, Lord. Hallelujah. Amidst a tempest, amidst a storm, amidst the waters, the wind and everything, looking at all of this, they were afraid many a times. But the moment they tasted that the Lord is good and blessed is a man that trusteth in him, when they came to know him more, they were not afraid. Even to the point of the death, when they were being martyred, they stood strong for Christ Jesus. Hallelujah. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ആരാ പറഞ്ഞു? Who told you that I am the Lord that healeth ആരാ നമ്മുടെ thee? രോഗങ്ങളെ വഹിച്ചേ? Who took up your infirmities? Who carried your sorrow? Who took your pain? ആരുടെ അടിപ്പിടരാല സൗഖ്യം വന്ന? By whose stripes were you healed? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. I will never leave you nor forsake you. ഇതാരാ പറഞ്ഞു? Who said this? യഹോവയെ വിളിച്ചു എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ? നിന്റെ The Lord is my light and my salvation. Whom shall I fear? Cast all your cares on him. ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളു. Cast all your cares on him and he will sustain you. He will never let the righteous നീ be എന്തിനാ moved. ഭാരത്തോടെ ഇരിക്കുന്നേ? Why are you burdened? നീ എന്തിനെ കുറിച്ചാ ചിന്തിക്കുന്നേ? What are you pondering over? നിന്റെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ Hallelujah. Give your children. അവരെ പണിയേണ്ടതുപോലെ പണിഞ്ഞു കൊണ്ടുവര്. പക്ഷെ അവൻ എന്ത് ചെയ്യണമെന്ന് നീ പറയരുത്. അവൻ എങ്ങനെ ചെയ്യണമെന്ന് നീ പറയരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ തിരുവനന്തപുരത്ത് വിളിച്ചു. You pray to God saying, God, I give my children into your loving hands. But don't tell him. You are no one to give him the direction because they are a gift given to you. So you've got no suggestions to give your creator, the creator, their creator. They're individuals, different personality. He's the one who created them. So he knows where he has to touch them in order for them to become the right people that he wants. So just submit them into his hands. You don't go to give him suggestions because he is their creator. നിങ്ങളുടെ കാര്യം ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ അവിടെ ഒരുത്തന്റെ ഭാര്യ അവനോട് മിണ്ടത്തില്ല 2 വർഷം. So a pastor went to a church in Trivandrum and there the particular person's wife is not talking to him for years now. അവന്റെ സ്വഭാവം കൊണ്ട് അവളങ്ങ് മാറിപ്പോയതാ. ഡൈവേഴ്സ് ആയിട്ടില്ല, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. They're living in one house and because of her behavior he just left her and went. അവന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച അങ്ങ് ദുബായി പോയി. And last week his wife went to Dubai. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാൻ നീ, And yesterday he says, പാസ്റ്റർ അവൾക്ക് ജോലി കിട്ടാതെ അവൾ തിരിച്ചു വരണം. Pastor, you need to pray that she shouldn't get a job in Dubai, she should come back. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. Pastor, you pray. ഞാൻ പറഞ്ഞു, നീ പറയുന്നത് കേൾക്കാനിരിക്കുമല്ല ദൈവം. Hallelujah. It's not for you to give God's suggestion. God is not seated there to listen to your recommendations, your suggestions. നിങ്ങൾ അങ്ങ് കൊടുത്തേച്ചാ മതി. Just give the matter into the hands of God. ചിലപ്പോ സകല അടിസ്ഥാനവും ദൈവം അടിച്ച് കലക്കി കളയും. Praise the Lord. All the matters that you're burdened with, just പക്ഷേ, give it into his hands. He can shake the foundation of that person's life. നമ്മുടെ ചിന്ത കഷ്ടത്തിരിക്കുന്ന ഓവിയം ജയിൽ ഉത്തരത്തിലിടയ്ക്ക് ഈ പരിപാടിയൊക്കെ മാറ്റി വയ്ക്കണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ ഏൽപ്പിച്ചാൽ നീ കംപ്ലീറ്റ് സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻഹിതം ചെയ്യുവാൻ ഞാൻ. Many times we will have something kept under our arms and we want to reach out for something in the cellar. If you want to get something in the cellar, you need to raise your hands and then something from under your arm will fall down. So you should not mind about it, but you want what's there on top. So you better reach out for that. നാം അന്വേഷിക്കേണ്ടത് ലോകത്തിലല്ല, ലോകത്തിലുള്ളതിലെ അല്ല. നാം അന്വേഷിക്കേണ്ടത് ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയാണ്. You should not be seeking the things of the world and everything that's there in the world. You need to seek God and his kingdom. അമ്മ ഒരു വാക്യം കൂടെ വായിച്ചാൽ നിർത്താം. I'm just going to read one more verse and then we'll stop. മർക്കോസിന്റെ സുവിശേഷം 12:24 വാക്യം. Mark 12:24. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ
തിരുവെഴുത്തുകളെയും. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്? What is it that you need to know? ഒന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവശക്തി അറിയാം, തിരുവെഴുത്ത് അറിയണം, പിന്നെന്തോ അറിയണം? ആ തിരുവെഴുത്ത് അറിയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച മാക്സിമം വില കൊടുത്തവർ മാത്രം ഒരല്ലേ പറഞ്ഞേ, അല്ലാത്തവരും ഉണ്ടായിരിക്കും. In order to know the scriptures, how many of you paid a price? Those that paid a price, lift up your hands. ആമേൻ. ഈ ആൾക്കാരെ കണ്ട് സന്തോഷിക്കുന്നവനല്ല ക്രിസ്തു കേട്ടോ, സന്തോഷിക്കത്തില്ല. എടാ 120 പേര് യേശുവിനെ, അല്ല 70 പേര് യേശുവിന് കുറേ ശിഷ്യന്മാരായിട്ട് പോയി. യേശു പറഞ്ഞ് മറ്റത് പൊക്കോളാൻ പറഞ്ഞു. 12 പേരോടും പറഞ്ഞു നിങ്ങൾ പൊക്കോ, സ്വത്രം. പക്ഷെ പത്രോസ് പറഞ്ഞ നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട്. 70 of them were there. They said his teachings are quite hard, and they went their way. Then came 12, and Jesus said, even if you want to go, you can go. And then Peter said, no Lord, we will not go, because the living word is there within you. സദൂക്യരോടാണ് യേശു പറയുന്നത്. Sadducees came and said, സദൂക്യരോടാണ് യേശു പറയുന്നത്. to the Sadducees Jesus said, ആമേൻ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് തിരിച്ചറിയാൻ കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. the reason why you go astray is because you do not know the scriptures and the power of God. ഇവര് ശരിയായിട്ട് തിരുവെഴുത്ത് പഠിച്ചിട്ടില്ല. They have not studied scriptures properly. ആമേൻ. തിരുവെഴുത്തുകൾ പുനരുത്ഥാനത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. And the Bible and the scriptures clearly states about the resurrection from the dead. ഇപ്പൊ ദൈവവചനം നന്നായി പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നത് തെറ്റാണ്. So without studying the word of God properly, without studying the word of the Lord in depth, you giving your own suggestion is wrong. നമ്മുടെ സെൽഫ് തിയോളജി എന്ന് പറയും. It's called self theology. നമുക്കിഷ്ടമുള്ള രീതിയിൽ വചനത്തെ വ്യാഖ്യാനിച്ച് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക. ദൈവസമയം പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ നിരവധിനെ തൊട്ട് ശരിയായി കളയും. അവൻ വചനത്തിന് അതിൻ്റെതായ വ്യാഖ്യാനമുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. The word of the Lord has got its in-depth chance, its meaning. And that's the reason Jesus Christ, he spoke to his disciples in parables so that they will understand from the word of the Lord. It's not about explaining. Some of them say, why do you explain from the word of God? Don't go explaining, that is wrong. You should quote the word of God. If you were just to quote the word of God, 66 books in the Bible, you would have finished off in 1 year's preaching. How is it that one man of God, another man of God share from the same word but with different in-depth meaning? Is because the Spirit is giving utterances. Apart from Spirit giving utterances, if you are going to quote things on your own for the comfort of your own convenience, then you are wrong. You're accountable to God. ഒരാൾ പ്രസംഗിച്ച് പറയാണ്, A man preached and said, പേരൊന്നും നിങ്ങൾ എല്ലാവരും അറിയുന്നതുകൊണ്ട് പറയത്തില്ല. പറയാണ്, ഏലിയാവ് ആഗാവിൻ്റെ രഥത്തിന് മുൻപേ പോയതുപോലെ നിങ്ങളുടെ ആക്സിലേറ്ററിൻ്റെ പവർ കൂട്ടാൻ പോവാൻ. ഇങ്ങനൊന്ന് വചനം വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ദൈവം എഴുതുന്നു കേൾക്കല്ലേ. ഈ അങ്ങനെ ഒന്നും ആക്സിലേറ്റർ ഒന്നും ഇല്ല. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാതെ എന്തോത്തിന്റെ ആക്സിലേറ്ററാ? before the great rains could come, God's Spirit took Elijah ahead of Ahab's chariot. So there was a man of God preaching that God is going to increase your accelerator so that you will go ahead like Elijah. ബാംഗ്ലൂരിൽ ഒരു ചർച്ചയിൽ പറയാം, അഭിഷേകത്തിന്റെ സ്പീഡ് കൂട്ടാൻ പോകുന്നു. നിങ്ങൾ ദൈവം ഒരിക്കൽ ഒരു ദേവദാസം വന്നു വന്നിട്ട് ഫ്ലൈയിങ് സ്പിരിറ്റ്, അങ്ങനെ സ്പിരിറ്റ് ഇല്ല. ഫ്ലൈയിങ് സ്പിരിറ്റ് ഒക്കെ പിശായ പിശാച് യേശുനാമത്തിൽ. ഇതൊന്നും ഇല്ല ഇവിടെ. Praise God. Read the word of the Lord. And as a church at Berea, we're better off than the church at Thessalonica. You need to read the word of God. Don't listen to any teaching blindly. Receive the word of the Lord, see if it's correct, and follow that. Do not interpret the word of God in the wrong manner. ദൈവവചനത്തെ അറിയാതെ ഇരിക്കുമ്പോൾ മനുഷ്യർ തെറ്റായ ധാരണയും തെറ്റായ വിശ്വാസത്തിലും പോകും. When they don't understand the word of God, they go into wrong directions. ദൈവശക്തിയെ അറിയായിക കൊണ്ട്, because people do not realize the power of the Holy Spirit. ആമേൻ. ദൈവത്തിന് എന്തെല്ലാം കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരു അവിശ്വാസമുണ്ട്. And if you do not know the power of the Holy Spirit, you will doubt the power of God. നമ്മൾ യഥാർത്ഥത്തിൽ തിരുവെഴുത്ത് വ്യക്തമായി പഠിക്കണം. You need to study the word of the Lord very closely. അതുപോലെ തന്നെ ദൈവശക്തിയെ നാം അറിയണം. And we should also know the power of the Lord, the Spirit of the Lord. മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ടോ? Does God have the power to give life to those that are dead, resurrect those that are dead?
നമുക്കെല്ലാത്ത എന്നെ നിങ്ങളെയൊക്കെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. Our Lord is able to save and He is able to heal all of us. എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. Praise the Lord. If there is an infliction, if there's an affliction in fact in your body, then understand, like Paul had a thorn in his flesh. If you've got something, then God has got a purpose with that. നമ്മുടെ പരിധിയിൽ ദൈവത്തെ അളക്കരുത്. Never with your limitations. Your mind has got a certain limitation, it's got a certain boundary beyond which you cannot think. Don't confine your God within those limits. നമ്മുടെ ചിന്തയിലെ നമ്മൾ പലതും അളക്കുന്നത്. Praise God. Many a times we will look at our circumstances and based on my capability, my mindset, I will put a boundary that this situation of mine will not go beyond this certain level. ഞാൻ കണ്ണൂരിൽ പ്രസംഗിക്കാൻ പോയി. Pastor went to Kannur once. ഭയങ്കര ചർച്ച. It's a big church. സിനിമാ കോട്ടകളുണ്ട് ചർച്ച. It's a huge hall. 100-600 വിശ്വാസികളുണ്ട്. There are close to 600 members എനിക്ക് there. ആ ചർച്ച വിശ്വാസികളെ കണ്ടപ്പോഴത്തെ എൻ്റെ മനസ്സ് മുഴുവൻ ദൈവമേ ഇവരെന്നെ തെറ്റിച്ച് വിളിച്ചതായി, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യായേ പ്രസംഗിക്കാൻ. എൻ്റെ മനസ്സ് മുഴുവൻ അങ്ങ് സംഘർഷം, ഭയങ്കരവേദന. ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേന് എനിക്കങ്ങ് പ്രളയം കയറി. Pastor saw the audience, the number of people seated there, and then, Lord, why did you bring me here? ദൈവമക്കളെ, ഞാൻ അങ്ങോട്ട് കയറി ഇന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പാസ്റ്റർ അടുത്തിരിക്കും, സീനിയർ പാസ്റ്ററുടെ അവിടെ അടുത്തിരിക്കുന്ന ഒരാളെ തൊട്ട് അങ്ങനെ അഭിഷേകത്താൽ തെറിഞ്ഞു. അപ്പൊ എനിക്കൊരു ബലം കിട്ടി. എനിക്ക് ബലം തരുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പുറത്തോട്ട് ഒരു ആന്റിയെ തൊട്ട് ആന്റി അങ്ങ് അഭിഷേകം പ്രാപിച്ചു. അന്നത്തെ മീറ്റിംഗ് തീർന്നത് 3 മണിക്കാ. അപ്പൊ എന്റെ പരിധി വെച്ച ഞാൻ ചിന്തിക്കുന്ന, എന്നെ വിളിച്ചവനുള്ളൂ കണ്ണിന്മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജ. ദൈവശക്തിയെ കുറിച്ച് പറയുമ്പോ, when you say about the power of God, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, the greatness of the power that gets manifested in those that believe in Him. the exceeding greatness, The exceeding greatness of the power. അത് 230 വാട്ട് അല്ല, It's not 230 watt. 11 kV അല്ല, It's not 11 kV. 66 kV അല്ല, Not 66 kV. ഭൂമിയിൽ അതിനെ അളക്കാൻ ഒരിക്കലും സാധ്യമല്ല. Praise the Lord. The power of the Almighty God, the resurrection power, the exceeding great power. Just imagine the power that brought into existence everything that was not there. That power is the power which is there within you and me, the power of the Holy Spirit. നെബൂഖദ്നേസർ പറയാണ്, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നവൻ അവൻ. Nebuchadnezzar said, who is a God that can deliver you out of my hands? And he increased the fire, the furnace, to a 7-fold the fire. മാക്സിമം ബാബിലോണിയ ബന്ധനങ്ങളാൽ കൈകാലുകൾ ബന്ധിച്ച് The Babylonian cords, the Babylonian yoke that was bound to the fullest upon Shadrach, Meshach and Abednego, they were put into the fiery furnace 7-fold high. At that moment, the yoke of Babylon was burned completely. Devil. Hallelujah. Praise the Lord. Satan, where is it that you can bind a child of God? When the fire of the anointing of the Holy Spirit comes, every yoke and every bondage would be reduced to ashes in the mighty name of Jesus. ഇന്നലെ ഞാൻ പ്രസംഗിക്കാൻ പോയൊരു പെണ്ണുമ്പിള്ള എൻ്റെ അടുത്ത് വന്നിട്ട്, Yesterday when Pastor went to preach, a sister came. എൻ്റെ അടുക്ക് വന്ന ഒരു ചിരി. She started laughing, smiling. ഞാൻ എൻ്റെ കണ്ണാടി അങ്ങ് എടുത്തു. Pastor removed his glasses.
അവിടെ കണ്ണിലോട്ടൊന്ന് നോക്കി. and looked into her eye. ഞാൻ ചോദിച്ചു, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുൻപിൽ And pastor said, can you stand before the നിനക്ക് എന്നെ നോക്കി anointing ചിരിക്കാൻ that's പറ്റുമോ? there within me? Can you look at me in the eye and can you smile like this? പഠിച്ച് താഴെ വീണോ? Praise the Lord. She immediately she was knocked നിങ്ങളിൽ down. വ്യാപരിക്കുന്ന ഈ അളവറ്റ ശക്തി, Praise the Lord. The power that is manifested in you and me is no ordinary power. fire of God, the Holy Spirit. Hallelujah, Jesus. നെബൂഖദ്നേസർ വിചാരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അവന്റെ തീന്ന്. Nebuchadnezzar thought, I am the universal king. I am the emperor of so many kingdoms of the world. I've got power in my hands. So my bondage, my yoke would be the strongest. അവന്റെ ബന്ധനമാണ് ഏറ്റവും വലിയ ബന്ധനം. Hallelujah. He thought my Babylonian yoke, my Babylonian bondage will bind these three Jewish young men. കാരാഗൃഹത്തിലെ ആമത്തിലിട്ട ചെങ്ങലയാ ഏറ്റവും വലുതെന്നാണ് കാരാഗൃഹ പ്രമാണി വിചാരിച്ചത്. The jailer thought my prison, the shackles, the chains that I put on Paul and Silas is the greatest of the Roman Empire. പട്ടിണി കിടന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമില്ലെന്നാണ് അവൻ വിചാരിച്ചത്. ദാരിയാവേശ് പക്ഷേ തെറ്റിപ്പോയി. സിംഹത്തേക്കാൾ, തീയേക്കാൾ, ഈ പ്രപഞ്ചത്തിലെ സകല ശക്തികളേക്കാൾ ഉന്നതമായ ഒരു ശക്തിയുണ്ട്. അവന്റെ യേശുവിന് ആത്മാവിന്റെ ശക്തിയാ. ഈ രാവിലെ അതാണ് എന്റെ ശരീരത്തെ നിങ്ങളെ വ്യാപരിക്കുന്നവൻ. The Persian emperor Darius thought, yes, that Medo emperor, he thought that my power, my lions in the den that are there, they are more ferocious and they would devour. Daniel is what they thought. The fire could not, the lions could not, the jail could not confine within its limits a child of God. അമ്മ ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. സ്വതന്ത്രം Let me tell you one thing. ദൈവം ചിലരെ ശക്തീകരിക്കുകയാണ്. God is going to strengthen a few. ദൈവം ചിലരെ തൊടുകയാണ്. God is going to touch a few. ഹല്ലേലൂയ, സ്തോത്രം. Praise the വലിയ Lord. ഒരു മാറ്റത്തിലേക്ക് ദൈവസഭ, ഈ സഭയിൽ Praise the Lord. ലോകമെമ്പാടുമുള്ള ദൈവസഭ, അത് IPC ആണെന്നോ അസംബ്ലി കോളേജ് എനിക്കറിഞ്ഞൂടാ. ആമീൻ, സംഘടനയൊന്നും ദൈവം നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സഭ എന്ന മർമ്മത്തിനകത്ത് ആമീൻ നീ ഞാനും ഉണ്ടെങ്കിൽ വലിയൊരു മാറ്റം വരാൻ പോകുകയാണ്. അത് ദൈവശക്തിയുടെ വ്യാപാരം ആമേൻ ഉളവാകാൻ പോകുകയാണ്. ചിലതിനെ നിറയ്ക്കാൻ പോകുകയാണ്, ചിലതിനെ ശക്തീകരിക്കാൻ പോകുകയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. Praise the Lord. Hallelujah. Stotra. Across the world, the universal church, the remnant that God is preparing. If so, these days, understand the remnant that He is preparing is for eternity. Everything that you undergo in your life is because you are part of the remnant. ചെങ്കടൽ തീരത്ത് വെച്ച് ഇസ്രായേൽ ജനത്തെ പിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുപോകാം എന്ന് ഫറവോൻ ചിന്തിച്ചു. പക്ഷേ When the children of Israel came to the brink of the Red Sea, the enemy, the Pharaoh said, I will pursue, I will overtake, I will divide the spoil, I will draw my sword, I will gorge on them, I will slay them. He said, I will pursue them. ഞാൻ അവരെ പിന്തുടരും. I will pursue them, I will take hold of them. ഞാൻ അവരെ പിടിക്കും. I will take hold of them. എന്റെ വാൾ ഊരും. I will draw my sword. ഞാൻ അവരെ നിഗ്രഹിക്കും. I will gorge on them and slay ഞാൻ them. കൊള്ള പങ്കിടും. I will take their plunder. ഞാൻ മടക്കിക്കൊണ്ട് വരും. I will take them back to Egypt. Shabanaba Shandala Raganagadagadagam. ഇന്ന് രാവിലെ ദൈവശബ്ദം കേൾക്കുക. Child of God, listen. പിശാച് പറയുന്നതല്ല നീ കേൾക്കേണ്ടത്. The devil, what he says, do not give your ears to അവന്റെ his ശബ്ദമല്ല voice. നീ കേൾക്കേണ്ടത്. Don't listen to his voice. അവന്റെ പടയുടെ ശബ്ദമല്ല നീ കേൾക്കേണ്ടത്. It's not his chariots. നിനക്ക് വേണ്ടി ദൈവശക്തിയിൽ വഴി തുറക്കുന്ന ഒരു കിഴക്കൻ കാറ്റിന്റെ ശബ്ദം. Hallelujah. Listen. Don't listen to the sound of chariots. Don't look back at the Pharaoh and his troops. Listen for a sound of the wind blowing, so that the path that is there in front of you, the Red Sea, with the wind blowing, it will be divided and God will pave a way for you to walk through the Red Sea. So hear the sound of that wind coming by. ചിലരെല്ലാം മടങ്ങി വന്ന് നിന്റെ മുമ്പിൽ മുട്ടുമടക്കി. Praise the Lord. There would come a time when
God paves a way for you. Those that ridiculed you, insult you, would come and fall at your feet. Sit at night till I make the enemies your footstool. The Lord said, sit, await upon ഒരു me. ശബ്ദം കൂടെ നിങ്ങൾ കേൾക്കണം. Let me tell you one more voice. നിന്നെ നിന്ദിച്ച് പരിഹസിച്ച് നിന്നെ പുറകിൽ മാറ്റിയിരുത്തിയ സ്ഥാനത്ത് നിന്നെ മുൻപിൽ കൊണ്ട് മാനിക്കുന്ന ഒരു ദിവസം ദൈവം നടത്തും. Hallelujah. The one that insulted you, the ones that cornered you, the ones that ridiculed you, that tried to isolate you, one day God will bring you in front of them and God will honor you like he did Joseph. നീ വിശ്വസിക്കേണ്ടത് ലോകത്തിലുള്ളവരെയല്ല, നിന്റെ ദൈവം. Praise the Lord. In the interim, till the time he exalts you, wait humbly at his feet, and then in the due time he will exalt you. ഇതിന്റെ വാക്യം ഞാൻ അടുത്ത ആഴ്ച സംസാരിക്കും. I would continue with this message the next ഒരു week. നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Can we stand in the presence of God, please? നമ്മൾ ആദ്യം പാടിയ പാട്ട് 2 വരി പാടാൻ പോകുകയാണ്. We're going to sing the song that we sang earlier. ശോഭയേറും ഓർനാടുണ്ടതിൽ കാണാമേ ദൂരവി ശ്വാസത്താ നാദൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ ശോഭയേറും ഓർനാടുണ്ടതിൽ കാണാമേ ദൂരവിശ്വാസത്താ നാദൻ വാസം നമുക്കൊരുക്കി ചേർന്ന് പാടിക്കുന്നു. എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ വേണ്ടി അഭിഷേക ശക്തിയെ അനുഭവിച്ചറിയുക. Somebody come forward. I will pray for you. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവർ മതിയില്ലേ? Hallelujah. So you come. The fire of God. I receiving the power of Holy Ghost. More power, more anointing. Hallelujah. More strength. ആമേൻ. സ്തോത്രം. യേശുവിൽ നിന്ന് നമുക്കത് കൂടുതലായി പ്രാപിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. God bless you. പ്രാർത്ഥിക്കാം.